ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കക്കുരുവാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ഈ ചക്കക്കുരു തൊലിക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ തൊലിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പും കൊണ്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ചക്കക്കുരുവിനെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഒരു ബൗളെടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മളെ ചക്കക്കുരുവിനായി ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് വെച്ചാൽ അത്ര. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഞാനിങ്ങനെ കഴുകിയെടുക്കണം എന്തുകൊണ്ടാണെന്നോ, ഞാനൊരു 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ച ചക്കക്കുരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴുകണത്. കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒക്കെ ഊറ്റിയിട്ട് കുക്കർ എടുത്തിട്ടോ. എന്നിട്ട് നേരെ എത്ര കുരുവാണോ ആവശ്യമുള്ളത് അത് മാത്രം എടുത്തിട്ട് കുക്കർക്ക് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിത് പുഴുങ്ങാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ടായിനി കേട്ടോ. ഞാൻ ഉപ്പിട്ടത് എന്തിനാണെന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ടോ. എന്നിട്ട് വെയിറ്റൊക്കെ ഇട്ടിട്ട് തീയൊക്കെ പിടിപ്പിച്ച് കുക്കറിനെ നേരെ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു നമ്മൾക്ക് ഒന്നും കറിയില്ലാത്തപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറിക്കും വേണ്ടിയിട്ടല്ല, ഞാൻ ഇങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കുക്കറിൽ ഇങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. 3 വിസിലാണ് അടുപ്പിച്ചത്. അപ്പോൾ നമ്മളെ കൈക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റ വലിക്ക് കുരു നല്ല ക്ലീനായിട്ട് തൊലിഞ്ഞു പോരും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ചക്കക്കുരു അതിൻ്റെ ബ്രൗൺ കളർ പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ മേലത്തെ വൈറ്റ് തൊലി മാത്രം ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടത് എന്തിനാണെന്നല്ലേ, ഉപ്പിട്ട് പുഴുങ്ങിയാൽ കുട്ടികൾക്ക് ചായക്ക് കടിക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാൾക്ക് കഴിക്കാനുള്ള അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി കേട്ടോ. അപ്പം ഞാൻ തൊലിക്കണേൻ്റെ ഇടയിൽ തന്നെ കുട്ടികൾ കുറേ തിന്ന് തീർത്തു. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അതിൻ്റെ ബ്രൗൺ കളർ പോകില്ല, നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഓക്കെ ബൈ.